Good afternoon, all. Good afternoon, Miss. Good afternoon, ma'am. Okay, അപ്പോൾ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. ചാപ്റ്റർ 32 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, പറഞ്ഞിരുന്നോ നിങ്ങളോട് നേരത്തെ ബയോമെഡിക്കൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമ്മളെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളെ കുറിച്ചാണ്, ആ ഒരു വേസ്റ്റ് മാനേജ്മെന്റിന്റെ രീതി എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം, ഇൻട്രൊഡക്ഷൻ. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇതിലൂടെ നോക്കാം. The amount of garbage produced by healthcare institution has increased as a result of growing medical advancement and new hospital construction for better healthcare. Then garbage. And the garbage meaning garbage. എന്തൊക്കെ ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? വോയിസ് വല്ല ബ്രേക്ക് ആവുകയോ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പോ ഗാർബേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യം എന്നാണ്. ഇനി അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ഗാർബേജ് മീൻസ് മാലിന്യം. ഓക്കെ, അപ്പോ നോക്കാം. എമൗണ്ട് ഓഫ് എക്കോ പോലെ ഉണ്ടോ? എന്തെങ്കിലും ഒട്ടും ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് പറയണേ. അപ്പോ ഗാർബേജ് അല്ലെ, നമ്മൾ പറഞ്ഞു എന്താണ്? നമുക്കറിയാം നമ്മളുടെ ഇന്ന് നമുക്ക് കൂടുതലായിട്ടും ഓരോ ദിവസം കൂടി വരുന്നതോറും കൂടുതൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വർദ്ധിച്ചു വരികയാണ് അല്ലെ. പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാവണോ, അതുപോലെ തന്നെ ക്ലിനിക്കുകള് അല്ലെങ്കിൽ മറ്റു ലബോറട്ടറികള്, അങ്ങനെയുള്ള മെഡിക്കൽ പരമായിട്ടുള്ള സ്ഥാപനങ്ങള് ഓരോ ദിവസം കൂടുന്തോറും വർദ്ധിച്ചു വരികയാണ് അല്ലെ. ടെക്നോളജിക്കലി ഇംപ്രൂവ്ഡ് ആവുകയാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന നമ്മുടെ ഒരു മെഡിക്കൽ പുരോഗതിയുടെയും നല്ല ഒരു ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള പുതിയ ആശുപത്രികൾ വരുന്നു. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് അവിടെ എന്താണ്? മാലിന്യങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ പറഞ്ഞു, നമ്മൾ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചു അല്ലെ. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ജനങ്ങളുടെ ഉപയോഗങ്ങളും കൂടി. അതുപോലെ ഇപ്പൊ എന്താണ്? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വളരെ അധികമായിട്ട് വർദ്ധിച്ചു വരികയല്ലേ. എന്തുകൊണ്ടാണ്? ജനസംഖ്യ കൂടി, അപ്പോൾ ജനങ്ങളുടെ ഉപയോഗം കൂടി അതനുസരിച്ച് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് കുറെ ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചു വരികയാണ് അല്ലെ, അങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഇവിടങ്ങളിലുള്ള മാലിന്യങ്ങളും വർദ്ധിച്ചു വരുന്നു. നോക്കാം. Both waste from any medical practice in healthcare facilities, testing centers and laboratories are referred to as healthcare waste or biomedical waste. Underline ചെയ്യാം. മെഡിക്കൽ പ്രാക്ടീസിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ടെസ്റ്റിംഗ് സെന്റേഴ്സ്, ലബോറട്ടറീസ് തുടങ്ങിയവയിൽ നിന്നുള്ള മാലിന്യത്തെയാണ് ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോളൂ. അപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ പ്രാക്ടീസ്, ഹോസ്പിറ്റലുകളിലെയോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് സെന്റേഴ്സ്, അതുപോലെ തന്നെ ലബോറട്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങളെയാണ് ബയോ മെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന്? ക്ലിയർ ആയോ എല്ലാവർക്കും? ബയോമെഡിക്കൽ വേസ്റ്റ് ആ ടേം എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്നും ഇതുപോലെ തന്നെ ലബോറട്ടറികളിൽ നിന്നും വരുന്ന മാലിന്യങ്ങളെയാണ് നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. Healthcare workers, the general public and the nearby flora and fauna are all at risk from hospital trash. In the flora and fauna എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ fauna കേട്ടിട്ടുണ്ടോ? മേ ബി സയൻസ് ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. എന്താ? ഫ്ലോറ മീൻസ് പ്ലാന്റ്സ്, then fauna means animals. എഴുതി വെച്ചോളൂ. ഫ്ലോറ പ്ലാന്റ്സ്, ഫ്ലോറ അനിമൽസ് മീൻസ് സസ്യ ജന്തുജാലങ്ങൾ. ഇത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? സസ്യ ജന്തുജാലങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അതിലെ തന്നെ ഈ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്നത്. അപ്പോ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ, ആ ഒരു ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സ്, അതുപോലെ തന്നെ നമ്മള് പൊതുജനങ്ങള്
ജനറൽ പബ്ലിക്, അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ ഈ ലബോറട്ടറി പരിസരം, ഫ്ലോറ സസ്യങ്ങള്, ഫോണ ജന്തുക്കള്, മീൻസ് അനിമൽസ്. ഓക്കെ, അപ്പോ എന്താണ് ഹെൽത്ത് കെയർ വർക്കേഴ്സും അതുപോലെ തന്നെ പബ്ലിക് അല്ലെ, നമ്മളെ പൊതുജനങ്ങളും അതിനോട് ചുറ്റുവട്ടത്തുള്ള ഈ ഫ്ലോറ സസ്യജന്തുജാലങ്ങൾക്കും ഇത് ഈ ഒരു എന്താണ് റിസ്ക് ആണ്. ഈ ഒരു മാലിന്യങ്ങള് നമുക്ക് ഈ മാലിന്യങ്ങളുടെ റിസ്ക് ഏറ്റെടുക്കേണ്ടത് ആർക്കൊക്കെയാണ്? പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ വർക്കേഴ്സിനും ഈ സസ്യജന്തുജാലങ്ങൾക്കും അത് എന്താണ് പ്രവർത്തകർക്കും അപകടകരമാണെന്ന് അല്ലെ, അപകടത്തിലാണെന്ന് അവര്. Hospital and other healthcare facilities issues with waste disposal have grown to be cause of rising concern. The majority of nations worldwide, especially developing countries, are facing a difficult situation as a result of environmental pollution caused by pathological waste generated by growing population and resulting rapid growth in the number of healthcare centers. In the pathology means pathology. നമ്മൾ പറഞ്ഞതല്ലേ ക്ലാസ്സിലെ pathology, study of diseases. കേട്ടോ, pathology എന്ന് വെച്ചാൽ study of diseases. നോട്ട് എഴുതാട്ടോ, നമുക്ക് പിന്നീട് എഴുതാവേ. അപ്പൊ എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള മാലിന്യങ്ങള് അതിന്റെ അടുത്തുള്ള സസ്യജന്തുജാലങ്ങൾക്കും പൊതുജനങ്ങൾക്കും വർക്കേഴ്സിനും അപകടകരമാണെന്ന്. അതുപോലെ തന്നെ എന്താണ് വർദ്ധിച്ചു വരുന്ന പോപ്പുലേഷൻ അല്ലെ, ജനസംഖ്യ മലിനീകരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ലോകമെമ്പാടുമുള്ള എല്ലാ ഭൂരിഭാഗം രാജ്യങ്ങളിലെ ജനങ്ങളും ഇതുമൂലം ഇങ്ങനെയുള്ള മാലിന്യങ്ങളുടെ അതുമൂലം ഒരു ആശങ്കയുണ്ടെന്ന് അവർക്ക്, എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസിലാണല്ലോ കൂടുതൽ ഹോസ്പിറ്റലുകളും ഇങ്ങനെയുള്ള ലബോറട്ടറികളും കൂടുതലായിട്ട് വരുന്നത്. സോ അവിടെയുള്ള ജനങ്ങളും ഒരു ആശങ്കയിലാണെന്ന്, കാരണം ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ. അപ്പൊ അതുമൂലം വരുന്ന പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും എന്നുള്ള ഒരു ആശങ്കയിലാണ്. അതുപോലെ തന്നെ റിസൾട്ടിംഗ് റാപ്പിഡ് ഗ്രോത്ത് ഇൻ ദ നമ്പർ ഓഫ് ഹെൽത്ത് കെയർ സെന്റേഴ്സ് അല്ലെ, ദ്രുതഗതിയിലുള്ള വർദ്ധിച്ചു വരുന്ന അല്ലെ റാപ്പിഡ് ആയിട്ടുള്ള വളർച്ചയും ഈ ആരോഗ്യ പരിപാലനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ എണ്ണം വർദ്ധിക്കുമ്പോൾ അതനുസരിച്ചിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? മാലിന്യങ്ങളും അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണ് അല്ലെ. അധികം മാലിന്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് ആകും, മറ്റ് അസുഖങ്ങളും മറ്റും സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണെന്നാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ബയോ മെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയോ? ബയോ മെഡിക്കൽ വേസ്റ്റ് ഓക്കെ ആയോ? ഓക്കെ, നോക്കാം. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? BMW മീൻസ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ് കേട്ടോ. ഒന്നുകൂടി പറയണോ? അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹോസ്പിറ്റലുകളിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ലബോറട്ടറിയോ അവിടെ നിന്നുള്ള മാലിന്യങ്ങളെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എന്തുകൊണ്ടാണ് ഒത്തിരി അല്ലെ ലാർജ് നമ്പർ ഓഫ് ഇൻക്രീസ്ഡ് ഗ്രോവിംഗ് മെഡിക്കൽ, കൂടുതൽ ഹോസ്പിറ്റലുകളും മറ്റും ലബോറട്ടറികളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ അല്ലെ. അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലുകളിലും ലബോറട്ടറികളും വർദ്ധിക്കുന്നതനുസരിച്ച് അവിടുത്തെ മാലിന്യങ്ങളും വർദ്ധിക്കുന്നു. ഈ വർദ്ധിക്കുന്ന മാലിന്യം അവിടുത്തെ വർക്കേഴ്സിനും അതുപോലെ തന്നെ പബ്ലിക്കിന് അല്ലെ, പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ആ പരിസരത്തുള്ള ഫ്ലോറ ആൻഡ് ഫോണ സസ്യജന്തുജാലങ്ങളുടെ നിലനിൽപ്പിന് ഒരു ഭീഷണിയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇത് ഡിസ്പോസൽ ചെയ്യാമെന്നുള്ളൊരു പ്രശ്നം അല്ലെ, എങ്ങനെയൊക്കെ നമുക്ക് ഡിസ്പോസൽ ചെയ്യാം എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിലും മറ്റും ഇങ്ങനെ ഈ ഒരു മാലിന്യത്തിന്റെ ഒരു പ്രശ്നം വളരെ അവരെ ഒരു ഭയങ്കര ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന മാലിന്യങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുമല്ലോ. എന്തായാലും ഇൻഫെക്ഷൻസ് വരും, അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളൊക്കെ വന്നേക്കാം. ഓക്കെ, ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞോളൂ കേട്ടോ, എന്താ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? എന്താ ബയോമെഡിക്കൽ വേസ്റ്റ്? നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. Biomedical waste or hospital waste is any kind of waste containing infections or potentially infectious material produced during the treatment of both people and animals, as well as during study involving biologists. എന്താണ് പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്കറിയാം മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും വേസ്റ്റ് ഒക്കെ ഇതിൽ ഉൾപ്പെടും വേണ്ട മാലിന്യങ്ങൾ. അപ്പൊ മനുഷ്യരുടെയും അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ ട്രീറ്റ്മെന്റ്സിന്റെ ഇടയ്ക്കുള്ള അത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെ, ബയോളജിക്കൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ബയോളജിക്സ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠന സമയത്തും അതായത് ലാബിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള ആ ഒരു ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. അനിമൽസിന്റെയും മനുഷ്യരുടെയും ചികിത്സക്കിടയിൽ നിന്നും വരുന്ന ഈ അതുപോലെ തന്നെ പഠന സമയത്ത് മീൻസ് ടെസ്റ്റുകൾ നടത്താൻ അങ്ങനെ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്താനൊക്കെ വരുന്നതിനേക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് BMW ബയോമെഡിക്കൽ വേസ്റ്റ് ജസ്റ്റ് വായിച്ചു പോകാനുള്ളൂ കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ നോട്ട് തരാം. അപ്പൊ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. To lessen the quantity of waste that must be treated as noxious waste. എന്ത് noxious waste എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്സിക് ടോക്സിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ദോഷകരമായിട്ടുള്ളതൊക്കെ നമ്മൾ പറയും അല്ലെ, ദോഷകരമായിട്ടുള്ള രീതിയിൽ നോക്കാം. ദോഷകരമായിട്ടുള്ള മാലിന്യമായി കണക്കാക്കേണ്ട മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാൻ മീൻസ് നോക്സിയസ് വേസ്റ്റ് കുറച്ചു കൊണ്ടുവരിക. സെക്കൻഡ് വൺ, to lessen the exposability risk to noxious healthcare waste for workers. വേസ്റ്റ് ഒക്കെ എടുക്കുന്നത് ആരാണ്? ക്ലീനേഴ്സ് ആയിരിക്കില്ല, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകളായിരിക്കും. സോ തൊഴിലാളികൾക്ക്, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകൾക്ക്, തൊഴിലാളികൾക്ക് അപകടകരമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ മാലിന്യങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കാൻ, ഇങ്ങനെയുള്ള മാലിന്യങ്ങളുടെ ഇത് കുറച്ചു വരിക. കാരണം അവർക്കും റിസ്ക് അല്ലേ, ഈ ക്ലീനിങ് തൊഴിലാളികളല്ലേ ഈ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മാലിന്യങ്ങളും മറ്റും എടുക്കുന്നത്. സോ മാലിന്യത്തിന്റെ അളവ് അവർക്ക് മീൻസ് അവരുടെ ഒരു റിസ്ക് ആണ് അവർക്ക് അല്ലെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് മാലിന്യങ്ങൾ കുറച്ചു വരിക. Third point, to reduce the price of treatment and disposal of medical waste. അതായത് മാലിന്യങ്ങള് സംസ്കരിക്കുന്നതിനും സംസ്കരണത്തിനുള്ള വില കുറയ്ക്കാൻ. നമുക്കറിയാം ഈ ഡിസ്പോസൽ ചെയ്യുമ്പോൾ ഈ മെഡിക്കൽ വേസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഏരിയകൾ ഉണ്ടാവും, അതിനുവേണ്ടി മാത്രം ഡിസ്പോസൽ ചെയ്യാനായിട്ട് സജ്ജമാക്കുന്ന മറ്റ് ഏരിയകൾ ഉണ്ടാവും. അപ്പൊ അവർ ഈ ഡിസ്പോസൽ ചെയ്യുന്നതിന് ഇത്ര എമൗണ്ട് മീൻസ് അതിന് ചാർജ് ഉണ്ടാവുമല്ലോ. സോ ആ ചാർജ് ഒക്കെ ഒന്ന് കുറക്കാൻ. ലാസ്റ്റ് വൺ, ടു എനേബിൾ ദ റീയൂസ് ഓഫ് നോൺ ഹസാർഡ് ജനറൽ വേസ്റ്റ്. എന്ത് പറ്റിയ സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവർക്കും? ഒരാൾക്ക് മാത്രമാണോ സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവരും? ഓക്കെ, എന്ത് പറ്റി ഒരാൾക്കാണോ കാണാൻ പറ്റാത്ത? ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ആ പോയിന്റ്സ് ഒന്ന് വായിച്ചാൽ മതി. ഇമ്പോർട്ടൻസ് ചെയ്യാം കേട്ടോ, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാം. ഇനി who is at risk? ആരൊക്കെയാണ് ഈ ഒരു മാലിന്യങ്ങളുടെ ഇതിൽ റിസ്ക് അനുഭവിക്കേണ്ട വ്യക്തികൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആർക്കൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള മാലിന്യങ്ങളുടെ റിസ്ക് വരുന്നത്? ടോക്സിയസ് വേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോഷകരമായിട്ടുള്ള രീതിയിൽ മീൻസ് നമുക്ക് അപകടകരമായ ഭീഷണിയായിട്ടുള്ള വേസ്റ്റുകൾ എന്നൊക്കെ പറയാം കേട്ടോ. നോക്കാം, who is ഫോർത്ത് പോയിന്റ് ആണോ? സോറി, to enable the reuse of non-hazardous general waste. അല്ലെ, അതായത് അപകടകരമല്ലാത്ത നോൺ ഹസാർഡ്സ് എന്ന് വെച്ചാല് വലിയ അപകടകരമല്ലാത്ത രീതിയിലുള്ള മാലിന്യങ്ങളുടെ പുനരുപയോഗം സാധ്യമാക്കാൻ. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ റീയൂസ് ചെയ്യാനായിട്ട് സാധ്യമാക്കുക. ഓക്കെ, ജസ്റ്റ് നാല് ഒരു ഒബ്ജക്റ്റീവ് ആണ്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. Who is at risk? ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള മാലിന്യങ്ങളുടെ റിസ്ക് അനുഭവിക്കേണ്ടി വരുന്നത്? ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സ് അല്ലെ, മെയിൻ ആയിട്ട് ഡോക്ടേഴ്സ്, നേഴ്സ്, അവരെപ്പോഴും ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ. സോ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സ്. അതുപോലെ പേഷ്യൻസ് അല്ലെ, അവിടെ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്, വരുന്ന പേഷ്യൻസ് ഉണ്ട്. ഇങ്ങനെ മാലിന്യങ്ങളൊക്കെ കിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മറ്റു വരുന്ന ഇൻഫെക്ഷൻസ് ഈ പേഷ്യൻസിനെ ബാധിക്കില്ലേ? സോ പേഷ്യൻസ്, then hospital support staff, waste collection, disposal staff അല്ലെ, നമ്മൾ പറഞ്ഞു ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, ഈ വേസ്റ്റ് ഒക്കെ ഡിസ്പോസൽ ചെയ്യാനും മറ്റൊക്കെ ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടാവും. സോ ആ ക്ലീനിങ് സ്റ്റാഫുകള്, അതുപോലെ തന്നെ ജനറൽ പബ്ലിക് ആൻഡ് എൻവയോൺമെന്റ്, പൊതുജനങ്ങള്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു
ഫ്ലോറ ആൻഡ് ഫോണ അല്ലെ, അതായത് സസ്യജന്തുജാലങ്ങൾ അല്ലെങ്കിൽ എൻവിയോൺമെന്റ് നമുക്കറിയാം, ഒരുമിച്ച് പറയാം അല്ലെ. ഇത്രയും പേർക്കാണ് റിസ്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഡോക്ടേഴ്സ്, നേഴ്സ്, അതുപോലെ തന്നെ പേഷ്യൻസ്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, ദെൻ സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ, ഡിസ്പോസൽ സ്റ്റാഫ്, ജനറൽ പബ്ലിക് ആൻഡ് ദ എൻവിയോൺമെന്റ്. ഓക്കെ, ദെൻ ഈ ചാപ്റ്റർ അത്രയും വരെ ഒന്ന് വായിക്കാം കേട്ടോ. ഹൂ ഈസ് അറ്റ് റിസ്ക് വരെ ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഒന്ന് വായിക്കാം. ഇൻട്രൊഡക്ഷൻ വായിക്കാം, അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, റിസ്ക്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ള കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ല. തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോർഷൻസ് പറയാം, അതുപോലെ തന്നെ നോട്ട്സും തരാം കേട്ടോ. കംപ്ലീറ്റ് ആയോ? വായിച്ചു എല്ലാവരും? ഓക്കെ, ഫിനിഷ്. നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന് കണ്ടു, അതിന്റെ ലക്ഷ്യങ്ങൾ കണ്ടു, അതുപോലെ എന്തൊക്കെയാണ് ഈ മാലിന്യങ്ങൾ വഴി വരുന്ന റിസ്കുകളെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് നോക്കാം, സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. എവിടെ നിന്നൊക്കെയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സുകൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത് നോക്കാം. മെയിൻലി there are two sources. ഫസ്റ്റ് വൺ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സ്. ഒരു പ്രൈമറി സോഴ്സ് ഉണ്ട്, സെക്കൻഡറി സോഴ്സും ഉണ്ട്. ഇനി നമുക്ക് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം കേട്ടോ. പ്രൈമറി സോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി സോഴ്സ് include waste created in a hospital, medical college, nursing center, dialysis center, maternity homes, blood bank, research labs, immunization centers, autopsy centers, etc. അല്ലെ, അപ്പോ പ്രൈമറി ഫസ്റ്റ് പ്രാഥമിക തലത്തിലുള്ള മാലിന്യങ്ങൾ വരുന്നത് എവിടെ നിന്നൊക്കെയാണ്? ഹോസ്പിറ്റല്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകള്, നഴ്സിംഗ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്, ഡെലിവറിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബുകൾ, അതുപോലെ ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്. ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കില്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ അല്ലെ, എടുക്കില്ലേ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ മറ്റു കൊടുക്കുന്ന ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഹെൽത്ത് സെന്റേഴ്സുകള്. ഓട്ടോപ്സി സെന്റേഴ്സ്. എന്താ ഓട്ടോപ്സി സെന്റേഴ്സ്? ഓട്ടോപ്സി ഇവിടെ കേട്ടിട്ടുണ്ടല്ലേ? ഓട്ടോപ്സി എന്താ മീനിങ്? ഓട്ടോപ്സി ഓട്ടോപ്സി ആർക്കറിയില്ല? ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം കേട്ടോ. പോസ്റ്റ്മോർട്ടം ചെയ്യില്ലേ നമ്മള് ആ സെന്റേഴ്സ്. ഓക്കെ, ഇത്രയുമാണ് ഒരു പ്രൈമറി സോഴ്സസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് സെക്കൻഡറി നോക്കാം. സെക്കൻഡറി സോഴ്സസ് on the other hand include household
ഇൻഡസ്ട്രീസ്, എഡ്യൂക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. ബാക്കി വരുന്ന നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളും അതുപോലെ തന്നെ വ്യാവസായിക മാലിന്യങ്ങളും ഇവയും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെയാണ് സെക്കൻഡറി സോഴ്സസിൽ വരുന്നത്. പ്രൈമറി, സെക്കൻഡറി ഒക്കെയാണോ? ക്ലിയർ അല്ലേ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, വായിച്ച് മനസ്സിലാക്കാനേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമുക്ക് ഏതെല്ലാം രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാമെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും 8 തരത്തിലാണ് നമ്മൾ ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. പ്രധാനമായിട്ടും 8 കാറ്റഗറിയിലായിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. നോക്കാം. 8 categories of medical waste are presented by the World Health Organization. അപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് WHO-ന്റെ കീഴില് 8 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെയാണ് നമ്മൾ 8 തരത്തില് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ഷാർപ്സ്, ഫാർമസ്യൂട്ടിക്കൽ, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. ഇത്തരം 8 തരത്തിലാണ് നമ്മൾ വേസ്റ്റുകൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ജനറൽ വേസ്റ്റ്. കോമൺ ആയിട്ട് വരുന്ന തരത്തിലുള്ള ജനറൽ വേസ്റ്റുകൾ. പാത്തോളജിക്കൽ വേസ്റ്റ്. എന്താ പാത്തോളജിക്കൽ മീൻസ്? പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്തോളജിക്കൽ വേസ്റ്റ് രോഗസംബന്ധമായിട്ട് വരുന്ന, അങ്ങനെ മറ്റു ഹോസ്പിറ്റലിൽ വരുന്ന രോഗസംബന്ധമുള്ള വേസ്റ്റുകൾ. റേഡിയോ ആക്റ്റീവ് കിരണങ്ങള് അല്ലെ, അതുപോലെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള രാസപരമായിട്ടുള്ള വേസ്റ്റുകള്, ഇൻഫെക്ഷ്യസ്, അതായത് പകർച്ചവ്യാധി മീൻസ് അണുബാധയൊക്കെ സാധ്യതയുള്ള മാലിന്യങ്ങൾ, അണുബാധയുള്ള സാധ്യതയുള്ള മാലിന്യങ്ങള്, ഷാർപ്പ് വേസ്റ്റ്. ഏതൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ ഷാർപ്പ് വേസ്റ്റ്? പെട്ടെന്ന് പറഞ്ഞു. ഷാർപ്പ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? സിറിഞ്ച് ഉണ്ട്. സിറിഞ്ച് മാത്രമുള്ളൂ ഷാർപ്പ് ആയിട്ടുള്ളത്. നീഡിലാണ് ആദ്യം പറയേണ്ടത്. നീഡിൽ. പിന്നെ എന്തൊക്കെയുണ്ട്? സർജിക്കൽ ബ്ലേഡ് ഉണ്ട്, നീഡിലുണ്ട്, ഗ്ലാസ്, കാനുല, ഗ്ലാസ് മെറ്റീരിയൽസ്, സിസേഴ്സ് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പോ ഏകദേശം എന്താണെന്ന് സംഭവം ക്ലിയർ ആയല്ലോ. ഷാർപ്പ് ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. ഫാർമസ്യൂട്ടിക്കൽ, ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ, അതായത് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്നതിനകത്ത്? ഫാർമസിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും എന്നാലോചിച്ച് നോക്കി. മെഡിസിൻ. നല്ല മെഡിസിൻ ആണോ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഫാർമസ്യൂട്ടിക്കൽ മാലിന്യത്തിൽ ഉൾപ്പെടുത്താം. പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. എന്താ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്? അറിയാമോ? പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് നോക്കാം. പ്രഷറൈസ്ഡ് container waste means waste made up of both full or empty containers with the pressurized liquid gas or powdered materials including gas containers and aerosol cans. മീൻസ് അതായത് ഈ ലിക്വിഡ് ആയിട്ടുള്ളത് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഈ ദ്രാവകങ്ങളും അല്ലെങ്കിൽ വാതകങ്ങളും സൂക്ഷിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റുകളും അങ്ങനെയുള്ള സൂക്ഷിക്കുന്ന കണ്ടെയ്നറാണ് ഈ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് വിളിക്കുന്നത്. എയറോസോൾ ക്യാൻസ് ഉണ്ടെങ്കിൽ ലിക്വിഡ് ഒക്കെ സൂക്ഷിക്കുന്ന ക്യാനുകളാണ് കേട്ടോ. ലിക്വിഡും അതുപോലെ തന്നെ സോളിഡ് ലിക്വിഡ് ഒക്കെ ആയിട്ടുള്ളതിന് ലിക്വിഡ് ആയിട്ടുള്ളതിന് സൂക്ഷിക്കുന്ന ക്യാൻസിനെയാണ് എയറോസോൾ ക്യാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാല് ലിക്വിഡ് ആയിട്ടുള്ളത് ഈ ദ്രാവകങ്ങളും വാതകങ്ങളിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു കണ്ടെയ്നറിനെയാണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ 8 തരത്തിലാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ. സ്പ്രേ ഡിവൈസ് എന്ന് പറയാം. ഓക്കെ, സ്പ്രേ ഡിവൈസ് ഉൾപ്പെടും. നെക്സ്റ്റ് വൺ നോക്കാം. നോൺ ഹസാർഡ്സ് വേസ്റ്റ്. എന്താ നോൺ ഹസാർഡ്സ്? ഹസാർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഹസാർഡ്സ് എന്താ? ഹസാർഡ്സ് ഹസാർഡ്സ് മീൻ ഡേഞ്ചറസ്. ഓക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദോഷകരമായിട്ടുള്ളത്.
നോൺ ഹസാർഡ്സ് എന്ന് വെച്ചാൽ എന്താ? നോൺ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഡേഞ്ചർ അല്ലാത്ത രീതിയിലുള്ള മാലിന്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ നോൺ ഹസാർഡ്സ് വേസ്റ്റ് ആണ് കേട്ടോ. അപകടകരമല്ലാത്ത രീതിയിലുള്ള മാലിന്യങ്ങൾ നോക്കാം. Approximately 85% of damage generally in the majority of healthcare facilities is non-hazards. അല്ലെ? അപ്പൊ മെജോറിറ്റി അതായത് എന്താണ്? അപ്രോക്സിമേറ്റ്ലി എന്ന് വെച്ചാൽ ഭൂരിഭാഗം ഒരു 85% മാലിന്യങ്ങള് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വരുന്ന മാലിന്യങ്ങള് ദോഷകരമല്ലാത്ത രീതിയിലുള്ള മാലിന്യങ്ങളാണ്. 85% ദോഷകരമല്ലാത്ത മാലിന്യങ്ങൾ. ഇനി അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് കേട്ടോ? ദോഷകരമല്ലാത്ത മാലിന്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പറയാൻ പോകുന്നത്. ദിസ് ഇൻവോൾവ്സ് വേസ്റ്റ് ഓഫ് ഇൻസ്റ്റൻസ് ഫുഡ് സ്ക്രാപ്സ് ആൻഡ് ഫ്രൂട്ട് പീൽസ് അലോങ് വിത്ത് വാഷ് വാട്ടർ ആൻഡ് പേപ്പർ കട്ട്സ്, പാക്കേജിംഗ് മെറ്റീരിയൽസ് ആൻഡ് സോ ഓൺ. അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് അതിൽ വരുന്ന മാലിന്യങ്ങള്? മീൻസ് ഭക്ഷണാവശിഷ്ടങ്ങള്, അതുപോലെ തന്നെ ഫ്രൂട്ട് പീൽസ് മീൻസ് ഇപ്പൊ പഴത്തൊലി, അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ പീൽസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് തൊലികളൊക്കെ എടുക്കുമ്പോൾ അതിന്റെയൊക്കെ തൊലികളും അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ നമ്മള് കഴുകുന്ന വെള്ളം, ഇപ്പൊ നമ്മൾ പാത്രം കഴുകുന്ന അങ്ങനെയുള്ള വേസ്റ്റ് വെള്ളങ്ങള്, അതുപോലെ തന്നെ പേപ്പർ ഐറ്റംസുകള്, അല്ലെങ്കിൽ പാക്കേജിംഗ് മെറ്റീരിയൽ, ഇപ്പൊ ഫുഡൊക്കെ കൊണ്ടുവന്ന പാക്കേജിംഗ് കവറുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നോൺ ഹസാർഡ്സ് വേസ്റ്റുകളാണ്. 85% എന്താണ്? ഇത് ദോഷകരമല്ലാത്ത രീതിയിലുള്ള വേസ്റ്റുകളാണ്. സെക്കൻഡ് വൺ ഹസാർഡ്സ് വേസ്റ്റ്, അതായത് നേരെ ഓപ്പോസിറ്റ് ദോഷകരം ആയ രീതിയിലുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹസാർഡ്സ് വേസ്റ്റ് might consist of solid, liquid, sludges or container gases. ഏതൊക്കെയാണ്? സോളിഡ് ഉണ്ട്, അതുപോലെ അല്ലെ ഇപ്പൊ ഖരപദാർത്ഥങ്ങള്, ദ്രാവകങ്ങള്. സ്ലഡ്ജസ് എന്ന് വെച്ചാൽ എന്താണ്? സ്ലഡ്ജസ് കേട്ടിട്ടുണ്ടോ? സ്ലഡ്ജസ് ചെളി എന്നൊക്കെ ഉണ്ട് അർത്ഥം. ചെളിയില്ലേ, മാലിന്യമുള്ള ചെളി. ഓക്കെ, അപ്പൊ സോളിഡ് ആയിട്ടുള്ളതും ഖരമായിട്ടുള്ളതും അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളതും ചെളിയും അല്ലെങ്കിൽ കണ്ടെയ്നർഡ് ഗ്യാസസിന്റെ ഫോമിലുള്ളതൊക്കെയാണ് നമ്മള് മെയിൻ ആയിട്ട് ഹസാർഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. And they are principally produced by ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ലിക്വിഡും സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലഡ്ജസ് ഗ്യാസസ് പരമായിട്ടുള്ള വേസ്റ്റുകൾ. ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, ഈ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല വ്യവസായശാലകളിൽ നിന്നും മറ്റും പുറപ്പെടുവിക്കുന്ന ഇങ്ങനെയുള്ള തരത്തിലുള്ള മാലിന്യങ്ങൾ. They may harm damage during insufficient procedure for storage, transportation, treatment or disposal operation. അല്ലെ? അതായത് എന്താ പറയുന്നത് നോക്കാം. അതായത് നമുക്കറിയാം ആശുപത്രികളും മറ്റും വ്യവസായശാലകളും ഉത്പാദിപ്പിക്കുന്ന ചെളികള് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഗ്യാസസിന്റെ ഫോമിലുള്ളതോ ഫോമിലുള്ളതോ അതുമായിട്ടുള്ള മാലിന്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ് പിന്നെന്താണ് ഇത് സ്റ്റോറേജ് ചെയ്യേണ്ടത് അല്ലെ, ഇതിന്റെ സംഭരണം, അതുപോലെ തന്നെ ഗതാഗതം, ഇതൊക്കെ കൊണ്ടുപോകേണ്ട വേസ്റ്റ് ഒക്കെ വേറെ വണ്ടിക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം. അപ്പോ അങ്ങനെ ചികിത്സ അല്ലെങ്കിൽ നീക്കം ചെയ്യൽ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള നടപടികളൊക്കെ ചെയ്യണമെന്ന്. ഹസാർഡ്സ് അത് ഇത് കേടുപാടുകളൊക്കെ വരുത്തിയേക്കാം. മീൻസ് ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ഇത് റോഡിൽ കൂടെ എന്തെങ്കിലും ലിക്വിഡൊക്കെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോ ആ ലിക്വിഡ് എന്തെങ്കിലും ചോർച്ചയൊക്കെ സംഭവിക്കണമെങ്കിൽ നമുക്കത് പബ്ലിക്കിനെ അത് ബാധിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇതുപോലെ. ഇപ്പൊ ദോഷകരമല്ലാത്ത രീതിയിലാണെങ്കിലും ഈ വേസ്റ്റ് വണ്ടികളൊക്കെ പോകുമ്പോ അരിയത്തേക്ക് പോകുമ്പോ എന്തായിരിക്കും കുറച്ചു നേരത്തേക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ ഇതുപോലെ കണ്ടെയ്നേഴ്സ് ഒക്കെ പോകില്ലേ, അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ്. ഇപ്പൊ മീനൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ കുറെ ദിവസമൊക്കെ ഇരുന്നത് ഭയങ്കര സ്മെല്ലായിരിക്കും. നമുക്ക് അരികത്തേക്ക് പോകുമ്പോ പിന്നെ ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ. അപ്പൊ അത്തരത്തിലുള്ളത് അത് ചിലപ്പോൾ ദോഷം ചെയ്യാത്ത രീതിയിലുള്ള സ്മെല്ലൊക്കെ ആയിരിക്കും. പക്ഷെ ഇതുപോലെ ഹോസ്പിറ്റൽ മാലിന്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ടിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണത് അല്ലെ. അത് ഇൻഫെക്ഷൻ ആണ്. നമ്മൾ പൊതുവെ പോകുമ്പോൾ ഇതുപോലെ റോട്ടിൽ കൂടി ഒത്തിരി വാഹനങ്ങളും അല്ലെങ്കിൽ ഒത്തിരി യാത്രക്കാർ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ലീക്കേജ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഇഫക്ട് ചെയ്യുന്നു ഹസാർഡ് വേസ്റ്റുകൾ. ഓക്കെ, അതാണ് നോൺ ഹസാർഡ്സ് അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഒന്ന് വായിച്ചു നോക്കട്ടെ. സ്ലഡ്ജസ് എന്ന് വെച്ചാൽ ചെളി എന്നൊക്കെയാണ് അർത്ഥം. മാലിന്യം, ചെളി എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. പ്രൈമറി സോഴ്സ് തുടങ്ങി വായിച്ചോളൂ കേട്ടോ. പ്രൈമറി സോഴ്സ് തുടങ്ങി വായിക്കാം.
സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടിയോ? സ്ലോ ആക്കാട്ടോ. ഇത് ഇത്തിരി സ്ലോവിലെ ഇത്തിരി സ്പീഡിൽ എടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. സ്പീഡിൽ എടുക്കണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, മീൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലേ, കേട്ടിരിക്കാൻ വലിയ രസവും ഇല്ലാത്തൊരു ചാപ്റ്റർ ആണ്. അങ്ങനെ തോന്നിയോ? കേട്ടിരിക്കാനായിട്ട് വലിയ അത്ര സുഖമൊന്നുമില്ല ഈ ഒരു ചാപ്റ്റർ ആണോ? യെസ് അല്ലെ, കുറച്ച് പേർക്കെങ്കിലും തോന്നി. ഓക്കെ, എനിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സ്ലോലി ഇങ്ങനെ നിരങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായി പോകും. അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ എടുത്ത് പോയത് കേട്ടോ. ഓക്കെ, അങ്ങനെ സ്പീഡ് ആണെങ്കിൽ കുറയ്ക്കാം. നമുക്ക് ചില ചാപ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വലിയ സുഖം ഉണ്ടാവില്ല. അത് വേസ്റ്റിന്റെ ഈ ചാപ്റ്ററിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞത് വേസ്റ്റിന്റെ കാറ്റഗറി എങ്ങനെയാണ് നമുക്ക് ഡിസ്പോസിൽ ചെയ്യാമെന്നൊക്കെ ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടിരിക്കാൻ. നല്ലൊരു ടൈമുമാണല്ലോ അല്ലേ? ഒരു ക്ലാസ് കഴിഞ്ഞു ഉച്ചയ്ക്ക് ചെറുതായിട്ട് ഉറപ്പൊക്കെ വരുന്നുണ്ടാകാം അല്ലേ? ഉണ്ടോ? ഉണ്ടാകാം. ഈ ഒരു ചാപ്റ്റർ കൂടെ ആയിട്ട് ഓക്കെ ആയിട്ടുണ്ട് അല്ലേ? കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. ഓക്കെ, പക്ഷെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വളരെ സ്ലോ ആയിട്ടിരുന്നെങ്കിൽ എനിക്കും ഭയങ്കര ബോറായിട്ട് തോന്നുന്നത്. ഞാൻ വളരെ സ്ലോയില് വലിച്ച് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ബോറിങ്, എനിക്കും വളരെ ബോർ ഫീൽ ചെയ്യും. അപ്പൊ കേൾക്കുന്ന നിങ്ങൾക്കും അത് ഒരു ബോറിങ് തോന്നാതിരിക്കാനാണ് കുറച്ച് പെട്ടെന്ന് ചാടിച്ചാടി പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ ഒക്കെ കുഴപ്പമില്ല. സ്പീഡ് കുറച്ച് കാര്യം. ഓക്കെ, ഭയങ്കര സ്പീഡായി പോയോ? പെട്ടെന്ന് നല്ല സ്പീഡായി പോയോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. ചിലപ്പോ നമ്മള് ആ ഒരു ഫ്ലോയിൽ എടുത്തെടുത്ത് പോകുമ്പോഴേ, ഓൾറെഡി എല്ലാ ക്ലാസ്സിലും എടുത്തെടുത്ത് വരികയാണല്ലോ. അപ്പോ ആ ഒരു ഫ്ലോയിൽ എടുത്ത് പോണേ കേട്ടോ. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. ഹസാർഡ്സ് വേസ്റ്റ് വരെ വായിക്കുക. ചില ചാപ്റ്റർ ഞാൻ പറയില്ലേ, കുറച്ച് സ്ലോവിൽ എടുക്കേണ്ടത് സ്ലോവിൽ എടുക്കാം, സ്പീഡിൽ പോകേണ്ട ചാപ്റ്റർ സ്പീഡിൽ പോകണം. കംപ്ലീറ്റ് ആയോ? വായിച്ചെല്ലാവരും? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുകയാണ്. നമ്മൾ നോക്കിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബയോമെഡിക്കൽ വേസ്റ്റിന് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഹസാർഡ്സ് വേസ്റ്റും അതുപോലെ തന്നെ നോൺ ഹസാർഡ്സ് വേസ്റ്റ്. ഓക്കെ, ഹസാർഡ്സ് വേസ്റ്റ് അതായത് ദോഷകരമായിട്ടുള്ള വേസ്റ്റുകളാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഇൻഫെക്ഷസ് വേസ്റ്റ്, ഇൻഫെക്ഷൻ അണുബാധയൊക്കെ വരുന്ന തരത്തിലുള്ള വേസ്റ്റുകളും, അതുപോലെ തന്നെ അതർ ഹസാർഡ്സ് വേസ്റ്റ്, മറ്റ് ദോഷകരമായിട്ടുള്ള വേസ്റ്റുകൾ. അപ്പോ ആദ്യം നമുക്ക് നോക്കാം ഇൻഫെക്ഷൻസ് വരുന്ന വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കും. നിങ്ങളൊന്ന് പറഞ്ഞു, ഏതൊക്കെയാണ് ഇൻഫെക്ഷൻ വരുന്ന തരത്തിലുള്ള വേസ്റ്റുകള്? സ്ക്രീനിൽ നോക്കാതെ ഒന്ന് പറയാൻ ശ്രമിക്കണേ. ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകള്. സൗണ്ട് കേൾക്കുന്നില്ല? ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, റംസിയ എന്ത് പറ്റി? റേഞ്ചിന്റെ പ്രോബ്ലം ആണോ നോക്കണേ. ബാക്കി എല്ലാവർക്കും നോക്കിയാണോ? കേൾക്കുന്നുണ്ട്? ഓക്കെ, അപ്പോ ഇൻഫെക്ഷസ് വേസ്റ്റിൽ വരുന്നത് നോക്കാം. നോൺ ഷാർപ്പ് പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ലിക്വിഡ് വേസ്റ്റ്. ഇൻഫെക്ഷസ് വേസ്റ്റിൽ വരുന്നതാണ് നോൺ ഷാർപ്പ് പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ലിക്വിഡ് വേസ്റ്റ്. ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ടേബിളുകൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് കുറച്ച് ടേബിൾ വരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനാണ് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. ഞാൻ എക്സ്ട്രാ നോട്ട് തരാം കേട്ടോ.
അപ്പോ ഇൻഫെക്ഷസ് വേസ്റ്റിൽ പറയുന്നത് നോൺ ഷാർപ്പ്, അത് ഷാർപ്പല്ലാത്ത തരത്തിലുള്ള രീതിയിലുള്ള മാലിന്യങ്ങള്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങള്, ലിക്വിഡ് വേസ്റ്റ്, ഇത്രയുമാണ് ഇൻഫെക്ഷൻസിൽ വരുന്നത്. അതർ ഹസാർഡ്സിൽ വരുന്ന വേസ്റ്റുകൾ നോക്കാം. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഡിസ്കാർഡഡ് ഗ്ലാസ്. എന്താ ഡിസ്കാർഡഡ് ഗ്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിസ്കാർഡഡ് ഗ്ലാസ് മീൻസ് ഗ്ലാസ് ഡിസ്കാർഡഡ് എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചാണ്. നമ്മൾ വേസ്റ്റ് ആയിട്ട് ഇപ്പൊ പൊട്ടിയ ഉപേക്ഷിച്ച് മാറ്റപ്പെട്ട ഗ്ലാസുകളും പറ്റും. അതുപോലെ തന്നെ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ നമ്മൾ നേരത്തെ പറഞ്ഞു. കെമിക്കൽ വേസ്റ്റ്, രാസമാലിന്യങ്ങൾ അല്ലെ. അതുപോലെ തന്നെ സൈറ്റോടോക്സിക് വേസ്റ്റ്. എന്താ സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറഞ്ഞാല് ഈ വിഷാംശമൊക്കെ ആയിട്ടുള്ള വേസ്റ്റുകൾ, മാലിന്യങ്ങള്. ഇൻസിനറേറ്റർ ആഷ്. എന്താ ഇൻസിനറേറ്റർ? നമ്മൾ കത്തിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചാറില്ലേ, ഇപ്പൊ വേസ്റ്റ് ഒക്കെ കത്തിച്ച് കഴിയുമ്പോൾ ചാറ് ഉണ്ടാവില്ലേ, അതിനാണ് ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. ഓക്കെ, കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചാറ് തന്നെയാണ് ഇൻസിനറേറ്റർ ആഷ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങളിത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ഇൻഫെക്ഷസ് വേസ്റ്റില് ഇൻഫെക്ഷസ് വേസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? നോൺ ഷാർപ്പ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ, ലിക്വിഡ് വേസ്റ്റ്. അപ്പൊ എന്തൊക്കെയാണെന്ന് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടൊന്ന് എടുത്തൊന്ന് പഠിക്കണേ. ദെൻ അതർ ഷാർപ്പ് ഇൻഫെക്ഷസ്. ഇൻഫെക്ഷസ് ഉദ്ദേശിക്കുന്നത് സാംക്രമിക എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ പറയും സാംക്രമിക രോഗങ്ങളൊക്കെ പകർച്ച എന്നൊക്കെ വരാം. പകരാനായിട്ട് ചാൻസ് ഉള്ളത് ഇപ്പൊ അസുഖങ്ങളും മറ്റും, അങ്ങനെ ഒരു പകർച്ചവ്യാധിനൊക്കെ നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ ഫ്ലോ ചാർട്ട് ഒന്ന് വായിച്ചു നോക്കിയപ്പെട്ടത്. സൈറ്റോടോക്സിസ് എന്ന് പറഞ്ഞാല് വിഷരാസവസ്തുക്കൾ, വിഷമായിട്ടുള്ളതൊക്കെ ഭയങ്കര കെമിക്കൽ ആയിട്ടുള്ള വസ്തുക്കൾ, വിഷരാസവസ്തുക്കൾ. ഫ്ലോചാർട്ട് ഒന്ന് വായിച്ചു നോക്കാട്ടോ എല്ലാവരും. ഓക്കെ, അയച്ചോ ഫ്ലോചാർട്ട്? കംപ്ലീറ്റ് ആയോ? ഓക്കെ, നെക്സ്റ്റ് ഒരു ടേബിൾ ആണ്. നമ്മളിപ്പോ പറഞ്ഞ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ തന്നെ ഒരു ടേബിൾ ആണ് പറയുന്നത്. ഈ ബയോമെഡിക്കൽ വേസ്റ്റിൽ തന്നെ നമുക്ക് ബയോളജിക്കൽ ഇൻഫെക്ഷൻസ് റിസ്ക്, അതുപോലെ തന്നെ കെമിക്കൽ. ബയോളജിക്കൽ വരുന്നത് ഏതൊക്കെയാണ്, കെമിക്കലിൽ വരുന്നത് ഏതൊക്കെയാണ് തരംതിരിച്ച് പറയുന്നത്. സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷരാസവസ്തുക്കൾ കേട്ടോ, വിഷം കലർന്നിട്ടുള്ള മാലിന്യങ്ങളില്ലേ, വിഷമാലിന്യങ്ങൾ. ഓക്കെ, നോക്കാം. ബയോളജിക്കൽ ഇൻഫെക്ഷൻസിൽ വരുന്നത് ഫസ്റ്റ് നോക്കാം. ഷാർപ്പ് വേസ്റ്റ്. എന്തൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റ്? നമ്മൾ പറഞ്ഞു നീഡിൽസ്, ബ്ലേഡ്സ്, അതുപോലെ തന്നെ ബ്രോക്കൺ, ഇതുപോലെ ഗ്ലാസ് ഒക്കെ പൊട്ടിയതോ അങ്ങനെയുള്ള ബ്രോക്കൺ ആയിട്ടുള്ള സംഭവങ്ങൾ, ഇതൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റില് ഉൾപ്പെടുന്നത്. ഇൻഫെക്ഷസ് വേസ്റ്റില് എന്തൊക്കെയാണ് ഇൻഫെക്ഷസ് വേസ്റ്റിൽ വരുന്നത് നോക്കാം. വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ് അല്ലെ, അതായത് രക്തം കലർന്നിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ വന്ന ആ ഒരു പേഷ്യന്റിന്റെ രക്തം കലർന്നിട്ടുള്ള അത്തരത്തിലുള്ള മാലിന്യങ്ങൾ. അതുപോലെ തന്നെ കൾച്ചേഴ്സ്. എന്താ കൾച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൾച്ചേഴ്സ് ബയോളജിക്കലി കൾച്ചേഴ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബയോളജിക്കൽ കൾച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ,
നമ്മള് ലാബില് ഇപ്പൊ യൂറിനും മറ്റും കൾച്ചർ ചെയ്യാൻ കൾച്ചർ ചെയ്യാൻ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ലാബ് ടെസ്റ്റിന് കൊടുക്കുന്ന യൂറിൻ അങ്ങനെയുള്ള ബാക്ടീരിയ മറ്റു യൂറിൻ അങ്ങനെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കില്ലേ, അതിനാണ് കൾച്ചേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഐസൊലേഷൻ എന്ന് പറഞ്ഞാല് മറ്റ് ഒറ്റപ്പെട്ട രീതിയിൽ നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന മാലിന്യങ്ങൾ, ഇൻഫെക്ഷൻസ് ഒക്കെ വരാത്ത രീതിയിൽ നമ്മൾ സെപ്പറേറ്റഡ് ചെയ്യുന്ന ഒറ്റപ്പെട്ട മാലിന്യങ്ങൾ ആണ് ഇൻഫെക്ഷസ് വേസ്റ്റിൽ വരുന്നത്. ദെൻ പാത്തോളജിക്കൽ വേസ്റ്റ്. പാത്തോളജി വെച്ച് നമ്മൾ എന്താ പറഞ്ഞത്? പാത്തോളജി എന്താ? സ്റ്റഡി ഓഫ് ഞാൻ പറയൂ ഡിസീസസ് അല്ല, രോഗനിർണയമായിട്ടുള്ളതാണ് പാത്തോളജിക്കൽ വരുന്നത്. അപ്പോ നോക്കാം, പാത്തോളജിക്കൽ വേസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? ബോഡി പാർട്സ് അല്ലെ, മനുഷ്യ അവയവങ്ങള്, ബോഡി പാർട്സുകൾ, അതുപോലെ തന്നെ ഹ്യൂമൻ ടിഷ്യൂസ്, മനുഷ്യ കോശങ്ങൾ, അതുപോലെ തന്നെ അനിമൽ കാർക്സസ്. എന്താ കാർക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃതശരീരങ്ങളില്ലേ, അനിമലിന്റെ ശരീരാവശിഷ്ടങ്ങൾ. ഓക്കെ, ഇത് മൂന്നുമാണ് പാത്തോളജിക്കൽ വരുന്നത്. ബോഡി പാർട്സ്, അതുപോലെ തന്നെ ഹ്യൂമൻ ടിഷ്യൂ, ദെൻ അനിമൽസിന്റെ ശരീരങ്ങൾ. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. എന്തൊക്കെയായിരിക്കും ഒരു ഫാർമസിയിലെ വേസ്റ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഫാർമസിയിലെ വേസ്റ്റില് എന്തൊക്കെയാ ഉൾപ്പെടുന്നത്? ഫാർമസിയിലെ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയാണ് ഫാർമസിയിലെ മാലിന്യങ്ങൾ? പെട്ടെന്ന് നിന്ന് കമന്റ് ചെയ്യണേ. ഫാർമസിയിലെ അകത്ത് വരുന്ന മാലിന്യങ്ങൾ ഏതൊക്കെയാണ്? മെഡിസിൻസ് ഉണ്ട്. ഓക്കെ, ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസുകള്, പിന്നെ ഓക്കെ വാക്സിൻസ്, ഓക്കെ നമുക്ക് നോക്കാം. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണെന്നാണ്? എക്സ്പയർഡ് ഡ്രഗ്സ് അല്ലെ, നമ്മൾ പറഞ്ഞു ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡ്രഗ്സുകള്, അതുപോലെ തന്നെ എക്സ്പയറി വാക്സിൻസ്. നമ്മള് വാക്സിൻ ഒക്കെ എടുക്കില്ലേ, ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് BCG അങ്ങനെ ഓരോ വാക്സിൻ എടുക്കുമ്പോൾ വാക്സിൻ 5 വാക്സിന് അങ്ങനെയുള്ള വാക്സിനുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒത്തിരി വാക്സിൻ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ വാക്സിൻ ഉപയോഗിക്കാൻ പറ്റും, പിന്നീട് ഇല്ല അല്ല, അപ്പൊ അത് വേസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അങ്ങനെയുള്ള എക്സ്പയർഡ് ആയിട്ടുള്ള വാക്സിൻസുകള്, അതുപോലെ തന്നെ സൈറ്റോടോക്സിക് വേസ്റ്റ്, നമ്മൾ പറഞ്ഞ വിഷാംശം കലർന്ന വിഷരാസ വസ്തുക്കൾ, ഇത്രയുമാണ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റില് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. കെമിക്കൽ വേസ്റ്റ്, രാസപരമായിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കെമിക്കൽ സോൾവെന്റ് അല്ലെ, അതായത് കെമിക്കൽ ലായകങ്ങളൊക്കെ ഉണ്ടാവില്ല, എന്തെങ്കിലും ലിക്വിഡുകളൊക്കെ. മെർക്കുറി എവിടെയാണ് ഉപയോഗിക്കുന്നത്? മെർക്കുറി എവിടെ നീ കേട്ടിട്ടുണ്ടോ നിങ്ങള് മെർക്കുറി ഉപയോഗിക്കുന്നതായിട്ട്? തെർമോമീറ്റർ അല്ലെ, തെർമോമീറ്ററിനുള്ളിൽ മെർക്കുറിയാണ് ആ രാസവസ്തു. സോ മെർക്കുറി. അതുപോലെ തന്നെ എന്താണ്? ക്ലീനേഴ്സ്, ശുചീകരണത്തിനുള്ള ആ ഒരു സെക്ഷനൊക്കെ ഇല്ലേ, ക്ലീനേഴ്സ്, അതൊക്കെ കെമിക്കൽ വേസ്റ്റിൽ ഉൾപ്പെടും. ക്ലീനിങ് ഏരിയ മറ്റും. അതുപോലെ തന്നെ ബാറ്ററീസ് അല്ലെ, നമ്മൾക്കറിയാം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാറ്ററി ഒക്കെ എടുക്കാറുണ്ടവരില്ലേ, റിമോട്ടിന്റെ ആയാലും അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ടോയ്സിന്റെ ഒക്കെ ബാറ്ററി എടുക്കാറുണ്ടോ വീട്ടിലെ കുഞ്ഞുങ്ങള്? ഏറ്റവും കെമിക്കൽ ആയിട്ടുള്ള വേസ്റ്റ് ആണ് ബാറ്ററീസ്. കുഞ്ഞുങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് പരമാവധി എന്ത് ചെയ്യാം, ഒഴിവാക്കാം കേട്ടോ. കെമിക്കൽ ബാറ്ററീസ് ഭയങ്കര കെമിക്കൽ ആയിട്ടുള്ളതും കെമിക്കൽ വേസ്റ്റ് ആണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ അടുത്തതിൽ പറഞ്ഞത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഏതൊക്കെയാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൽ പറഞ്ഞത്? റേഡിയോ ന്യൂക്ലിയൈഡ്സ്, അതായത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ കെമിക്കല് അല്ലെങ്കിൽ എന്താണ് ന്യൂക്ലിയസ് ആറ്റംസ്, മീൻസ് റേഡിയോ കിരണങ്ങളൊക്കെ വെച്ചിട്ട് സ്കാനിങ്ങിലും മറ്റും ഇതൊക്കെ ചെയ്യാറില്ലേ, അപ്പൊ അതും ഒരു റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ടേബിൾ ആക്കിയതുള്ളൂ കേട്ടോ. അപ്പൊ ഓരോന്നും ഇതിലൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഷാർപ്പ് നമുക്കറിയാം, നീഡില്, ബ്ലേഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ പാത്തോളജിക്കൽ എന്തൊക്കെയാണ്? ബോഡി പാർട്സ്, ഹ്യൂമൻ ടിഷ്യൂ. ഫാർമസിയിൽ വരുന്ന വേസ്റ്റുകൾ എന്തൊക്കെയാണ്? കെമിക്കലിൽ വരുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇത്രയും പോരുന്ന്
അതെയോ? ഓക്കെ, നിങ്ങളൊന്ന് നോട്ട്ബുക്ക് എടുക്കണേ. നോട്ട്ബുക്ക് ഉണ്ടോ കയ്യില്? നോട്ട്ബുക്ക് എടുക്കുക, ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതി വെക്കുക കേട്ടോ. ചാപ്റ്ററിന്റെ പേര് എഴുതാം. നോട്ട്ബുക്ക് എടുക്കുന്ന എല്ലാവരും ചാപ്റ്ററിന്റെ പേര് എഴുതുക. ഇതിനൊരു 2 പോയിന്റ് ഒക്കെ എഴുതാനുണ്ട് നോട്ടിലേക്ക്. ചാപ്റ്ററിന്റെ പേര് എഴുതി എല്ലാവരും. ഞാൻ എഴുതിക്കോളൂ. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് എഴുതാം കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ്. എഴുതിക്കോളൂ കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന് നമുക്ക് എഴുതാം. എനി വേസ്റ്റ്, എനി വേസ്റ്റ് any waste containing infectious material, infectious material, infectious material, any waste containing infectious material. Okay, complete ആയോ? നെക്സ്റ്റ് എഴുതിക്കോളൂ. നൊക്സിയസ് എഴുതിക്കോളൂ കേട്ടോ. നൊക്സിയസ് വേസ്റ്റ്. നമുക്ക് അവിടെ ഒരു നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു അല്ലെ? നൊക്സിയസ് വേസ്റ്റ്, നോക്സിയസ് വേസ്റ്റ്. എന്താ നോക്സിയസ് വേസ്റ്റ് എന്ന് കേട്ടോ എഴുതിക്കോളൂ. ഹാർംഫുൾ, ഹാർംഫുൾ, HARM, harmful or injurious, injurious, harmful or injurious to health, harmful or injurious to health or physical well-being, physical well-being. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. harmful or injurious to health or physical well-being. Okay. Next one എഴുതിക്കോളൂ. pathology, well-being, well-being. Okay. നെക്സ്റ്റ് വൺ പാത്തോളജി. പാത്തോളജി എന്ന് എഴുതാ. ഒരു ഹൈറ്റ് പോയിന്റ് ആയിട്ട് എഴുതി പോയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ പോലെ ഒന്നും എഴുതണ്ട. പാത്തോളജി, പാത്തോളജി എഴുതിക്കോളൂ. ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ്, ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് that is branch of medical science that is focused on EDN കേട്ടോ. focused on the study branch of medical science that is focused on
the study and diagnosis of disease. Diagnosis of disease. Okay, ഒന്നുകൂടി പറയാം. Pathology, branch of medical science that is focused on the study and diagnosis of diseases. Complete ആയോ? Okay, ഇത്രയും മതി. ഇത്രയും പോരെ? എന്ത് തോന്നി ചാപ്റ്റർ? ബോറിംഗ് ആയിട്ട് തോന്നിയോ? ആണോ? കുഴപ്പമില്ല അല്ലെ? വലിയ സുഖമില്ല കേട്ടിരിക്കാനായിട്ട് അല്ലെ? ഇതുവരെ ഒക്കെയാണ്. ഇനി അങ്ങോട്ടും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ വേസ്റ്റുകളുടെ ഡിസ്പോസലും കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ നിർത്തിയിട്ടുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഈ സ്പീഡ് കൂടിപ്പോയോ? ടീച്ചർ ഇത്തിരി സ്പീഡിൽ തന്നെ പോയതാണെന്ന്. കാര്യം ഞാൻ പറഞ്ഞല്ലോ വേസ്റ്റും ഇതൊക്കെയാണ്. അപ്പൊ എന്താ അധികം ഭയങ്കര സ്ലോയിൽ പോയാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും അല്ലെ? അതായത് നമ്മുടെ ഈ സമയത്ത് നിങ്ങൾക്ക് അറിയാം ഞാൻ ഭയങ്കര സ്ലോയിൽ എടുത്താലേ നിങ്ങൾക്ക് ഉറക്കം വരും, അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അല്ലെ? അതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ പോയതാണ്. ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറയാം, ഇച്ചിരി സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, ഭയങ്കര സ്ലോയിൽ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ കഴിഞ്ഞ് കുഴപ്പമില്ല. പക്ഷെ ഈ സമയത്ത് നല്ല ഉറക്കം വരുന്ന സമയമുള്ളേ ആണോ? ചെറിയ ഫാനിന്റെ കാറ്റൊക്കെ കൊണ്ട് നല്ല ഉറക്കം വരുന്ന സമയമാണ് അല്ലെ? അതെ അതെ അതെ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഞാനും കൂടി വളരെ സ്ലോവിൽ ഇഴഞ്ഞ് വലിഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം വരും. ഫോണും ഓണാക്കിയിട്ട് ക്ലാസ് കേട്ട് നിങ്ങൾ ഉറങ്ങിപ്പോകും. ഉറങ്ങാതിരിക്കാനായിട്ടുള്ള ഇതിലാണ് കുറച്ച് സ്പീഡിലെടുത്ത് പോയത്. ഓക്കെ, വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? നിങ്ങളോട് ഞാൻ എക്സാമിന്റെ കാര്യം പറഞ്ഞായിരുന്നോ? ഫുൾ ഫോമിന്റെ എന്നാണെന്ന് പറഞ്ഞായിരുന്നോ? ബുധനാഴ്ച വെനസ്ഡേ തന്നെയല്ലേ? ഓക്കെ ഓക്കെ. മോർണിംഗ് ബാച്ചിന് വെനസ്ഡേ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് അത് ഡേ കൺഫേം ചെയ്തോന്ന് എനിക്കൊരു ഡൗട്ട്. ഓക്കെ, അപ്പൊ വെനസ്ഡേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാ? പഠിക്കുക. വെന്റിലേറ്റർ വരെയല്ലേ നോക്കാൻ പറഞ്ഞത്? വെന്റിലേറ്റർ വരെയുള്ള ചാപ്റ്ററിൽ നിന്നല്ലേ നോക്കാൻ പറഞ്ഞത് ആണോ? അതെ അതെ. ഓക്കെ, അപ്പൊ ഇനി ആരും മറന്നു പോകണ്ട. പറഞ്ഞില്ലാന്ന് പറയരുത്. അപ്പൊ എനിക്കൊരു ഡൗട്ട്സ് ആയിട്ട് ഇപ്പോ മോർണിംഗ് ബാച്ചിന് അവര് വെനസ്ഡേ ആണെന്ന് പറഞ്ഞായിരുന്നേ. പിന്നെ നിങ്ങളോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. ഓക്കെ, അപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ തന്നെ നോക്കാം, പഠിക്കുക കേട്ടോ. ചിലപ്പോ ഒരു 10 മാർക്കിന് കിട്ടുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ. എല്ലാം അങ്ങനെ നിർത്തിപ്പിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് വെനസ്ഡേ ക്ലാസ് 1 മണിക്കൂർ ക്ലാസ് എടുക്കും. ദെൻ നെക്സ്റ്റ് ടൈമിൽ കുറച്ച് ടൈമാണ് നമുക്ക് എക്സാമിന് ഇടുന്നത്. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.